പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കത്തോലിക്ക സഭ രക്തസാക്ഷികളായ വിശുദ്ധ കൊർണേലിയൂസ് പാപ്പായുടെയും വിശുദ്ധ സിപ്രിയാൻ മെത്രാൻ്റെയും തിരുനാൾ കൊണ്ടാടുകയാണ്. ഇവർ സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ രക്തസാക്ഷികളായവരാണ്. രണ്ടുപേരും മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ തങ്ങളുടെ ദൗത്യങ്ങൾ ഏറ്റെടുത്തത്. വിശുദ്ധ സെൻറ്റ് സെബാസ്റ്റ്യനോടൊപ്പം നമ്മൾ വണങ്ങുന്ന മറ്റൊരു പോപ്പാണ് വിശുദ്ധ ഫാബിയാൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഉണ്ടായ പാപ്പായാണ് വിശുദ്ധ കൊർണേലിയൂസ്. അപ്പോൾ ഇവരുടെ ആ തീക്ഷ്ണത, മരണം സംഭവിക്കുമെന്നറിയാം, എന്നിട്ടും സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ അവർ മടി കാണിച്ചില്ല. അവരുടെ ആ ധൈര്യവും തീക്ഷ്ണതയും നമുക്ക് അനുഭവവേദ്യമാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ബലി ഭക്തിയോടുകൂടെ നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധരായ കൊർണേലിയൂസിനെയും സിപ്രിയാനെയും അന്യജനത്തിനു വേണ്ടി തീക്ഷ്ണതയുള്ള അജപാലകരും അജയരായ രക്തസാക്ഷികളുമായി അങ്ങ് നൽകിയല്ലോ. അവരുടെ മാധ്യസ്ഥ്യത്താൽ വിശ്വാസത്താലും സ്ഥിരതയാലും ഞങ്ങൾ ശക്തരാകാനും സഭയുടെ ഐക്യത്തിന് വേണ്ടി തീവ്രമായി
പരിശ്രമിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: വാത്സല്യമുള്ളവനെ, മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നത് സത്യമാണ്. മെത്രാൻ ആരോപണങ്ങൾക്ക് അതീതനും ഏക ഭാര്യയുടെ ഭർത്താവും സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതതി സൽക്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം. അവൻ മദ്യാസക്തനോ ആക്രമവാസനയുള്ളവനോ ആയിരിക്കരുത്. സൗമ്യശീലനും കലഹിക്കാത്തവനും അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം. അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ ഭരിക്കും? അവൻ പുതുതായി വിശ്വാസം സ്വീകരിച്ചവനായിരിക്കരുത്. ആയിരുന്നാൽ അവൻ അഹങ്കാരം കൊണ്ട് മതിമറന്ന് പിശാചിനെ പോലെ ശിക്ഷാവിധിക്ക് അർഹനായി തീർന്നെന്നു വരാം. കൂടാതെ അവൻ സഭയ്ക്ക് പുറത്തുള്ളവരുടെ ഇടയിലും നല്ല മതിപ്പുള്ളവനായിരിക്കണം. അല്ലെങ്കിൽ ദുഷ്കീർത്തിയിലും പിശാചിൻ്റെ കെണിയിലും പെട്ടുപോയെന്ന് വരാം. അതുപോലെ തന്നെ ഡീക്കന്മാർ ഗൗരവ ബുദ്ധിയുള്ളവരായിരിക്കണം. അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോ ഹീനമായ ലാഭേച്ഛയുള്ളവരോ ആയിരിക്കരുത്. അവർ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ വിശ്വാസത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നവരാകണം. ആദ്യമേ തന്നെ അവർ പരീക്ഷണ വിധേയരാകണം. കുറ്റമറ്റവരെന്ന് തെളിയുന്ന പക്ഷം അവർ സഭാശുശ്രൂഷ ചെയ്യട്ടെ. അപ്രകാരം തന്നെ അവരുടെ സ്ത്രീകൾ ഗൗരവ ബുദ്ധികളും പരദൂഷണം പറയാത്തവരും സംയമനമുള്ളവരും എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരുമായിരിക്കണം. ഡീക്കന്മാർ ഏകപത്നീവ്രതം അനുഷ്ഠിക്കുന്നവരും സന്താനങ്ങളെയും കുടുംബത്തെയും നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം. എന്തെന്നാൽ സുത്യർഹമായി ശുശ്രൂഷ ചെയ്യുന്നവൻ ബഹുമാന്യമായ സ്ഥാനം നേടുകയും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച ആത്മധൈര്യം സമ്പാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും. കർത്താവെ, ഞാൻ അങ്ങയ്ക്ക് കീർത്തനം ആലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക? ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കുകയില്ല. വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. അയൽക്കാരനെതിരെ ഏഷ്ണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രതീക്ഷയോടെ വീക്ഷിക്കും. അവർ എന്നോടൊത്ത് വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ
ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവൻ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അവൻ മുൻപോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കാ സുവിശേഷകൻ മാത്രം പറയുന്ന ഒരു സംഭവമാണ് നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന, ജീവൻ കൊടുക്കുന്ന സംഭവം. ഇവിടെ ഈ വിധവ ഈശോയോട് ആവശ്യപ്പെട്ടിട്ടില്ല, എൻ്റെ മകനെ ജീവിപ്പിക്കണമേ, അങ്ങനെ ഒന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കൂട്ടത്തിലുള്ളവർ ഒരു വലിയൊരു ജനക്കൂട്ടം അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവരാരും ഈശോയോട് പറഞ്ഞിട്ടില്ല, ഈശോ നോക്ക്, അവൾ വിധവയാണ്, അവൾക്കുണ്ടായിരുന്ന ഏക മകനും കൂടി പോയി, അവളെ ഒന്ന് സഹായിക്കുക എന്ന് ആരും പറയുന്നുമില്ല. അതാണ് ഈശോയുടെ ഇനീഷ്യേറ്റീവാണ്. ഈശോയാണത് ചെയ്തു കൊടുക്കുന്നത്. നമ്മളിന്നലെ വ്യാകുല മാതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വ്യാകുല മാതാവിനെ കുറിച്ച് പറയുന്ന ഒരു ലാറ്റിൻ പ്രയോഗം, അത് ഒരു ലാറ്റിൻ കീർത്തനമാണ്. സ്റ്റാബാത്ത് മാത്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന മാതാവ്, കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മാതാവ്. ഒരു പക്ഷേ ഇന്നലത്തെ ആ തിരുനാളുമായിട്ട് സെപ്റ്റംബർ 15 വ്യാകുല മാതാവിൻ്റെ തിരുനാൾ, ഇന്ന് സെപ്റ്റംബർ 16 ഇന്നത്തെ സുവിശേഷവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, തൻ്റെ അമ്മ ഭാവിയിൽ തൻ്റെ മൃതശരീരം, തൻ്റെ ശരീരം മടിയിൽ വെച്ച് ഇങ്ങനെ വിങ്ങിപ്പൊട്ടിക്കരയും. അത് മനസ്സിൽ വിചാരിച്ചിട്ടാകാം ഏകപുത്രൻ മരണപ്പെട്ടു പോയ വിധവയുടെ സങ്കടം ഈശോ മനസ്സിലാക്കിയത് എന്ന് വിചാരിക്കുക. ഒരു മാനുഷിക ഗുണമാണത്. തൻ്റെ അമ്മ ഇങ്ങനെ നിൽക്കേണ്ടി വരും, അതുപോലെ ഈ സ്ത്രീ ഇപ്പോൾ നിൽക്കുകയാണല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈശോയ്ക്ക് സാധിച്ചതുപോലെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇവരാരും ചോദിച്ചിട്ടല്ല ഈശോ അനുഗ്രഹം കൊടുത്തത്. ഇതിൽ ഈ ലൂക്കാ സുവിശേഷകൻ മാത്രം പറയുന്ന ചില വാക്കുകളുണ്ട്. അതിൽ തിടുക്കമെന്ന വാക്ക്, അത് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു, സഖ്യവൂസ് തിടുക്കത്തിൽ ഇറങ്ങി വന്നു മരത്തിൽ നിന്ന്. ഈ തിടുക്കം അത് ധൃതി കൂട്ടുന്നതല്ല, അതൊരു പ്രത്യേക പ്രയോഗമാണ്. അതുപോലെ മറ്റൊരു പ്രയോഗമാണ് ലൂക്ക പറയുന്ന മറ്റൊരു പ്രയോഗമാണ് മനസ്സലിവ്. അത് ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്ക 7:13 അവളെ കണ്ട് മനസ്സലിഞ്ഞു. ഇനി 2 സ്ഥലത്ത് കൂടി അത് പറയുന്നുണ്ട്. അതും ഈ കണ്ടിട്ട് മനസ്സലിയുന്ന ഒരു പ്രയോഗം തന്നെ, അങ്ങനെ തന്നെയാണ് വാക്കുകൾ പറയുക. അത് നല്ല സമരിയക്കാരൻ ആ കഥ പറയുമ്പോഴും, അത് ലൂക്കായുടെ സുവിശേഷം 10:33 അവനെ കണ്ട് മനസ്സലിഞ്ഞ്, അർദ്ധപ്രാണനാക്കപ്പെട്ടവനെ കണ്ട് മനസ്സലിഞ്ഞ്. ഇനി ലൂക്കായുടെ സുവിശേഷം തന്നെ 15:20 അങ്ങനെ ധൂർത്തപുത്രൻ തീരുമാനിച്ച് വീട്ടിലേക്ക് തിരികെ വരികയാണ്. ദൂരെ വെച്ച് തന്നെ അവനെ കണ്ട്
മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദൂരെ വെച്ച് തന്നെ കണ്ട് മനസ്സലിയുക. അത് കർത്താവിൻ്റെ ഒരു രീതിയാണ്. ലൂക്ക പറയുന്ന വചനഭാഗങ്ങൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇവരാരും ഒന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ ദൈവമെല്ലാം ക്രമീകരിച്ചു കൊടുത്തു. ധൂർത്തപുത്രൻ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൻ എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തരണം, എന്നാലേ ഞാൻ വരികയുള്ളൂ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടില്ല. അതാണ് ഈ രണ്ട് സംഭവങ്ങളിലും നായിമിലെ വിധവയും കണ്ടീഷൻ വെച്ചിട്ടില്ല. അർദ്ധപ്രാണനാക്കപ്പെട്ടവന് നല്ല സമരിയാക്കാരനിലൂടെ ദൈവം ഇടപെടുമെന്ന് പോലും അറിയില്ല. അത് ആ സമയത്ത് ക്രമീകരിക്കപ്പെട്ട കാര്യമാണ്. ദൈവം നമുക്ക് ക്രമീകരിച്ച് തരും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ഞാൻ നേർച്ചകൾ നേർന്നിട്ടില്ല. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ നേർച്ചകൾ നേർന്നിട്ടില്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഞാൻ നേർച്ചകൾ നേരാറില്ല. നമ്മൾ നേർച്ചകൾ നേരുന്നവരാണ്. നേർച്ചകൾ നേരുന്നതിൻ്റെ നന്ദി സൂചകമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എനിക്കിന്നതുപോലെ ചെയ്തു തരണമെന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ കണ്ടീഷൻ വയ്ക്കുന്നവരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ തെറ്റാണത്. ദൈവമയച്ച ഈശോ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല ദൈവത്തോട്. ഈശോയെ അവതരിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവളാണ് മറിയം ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല. മറിയം ഇത്രേ പറഞ്ഞുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ, നീ പറയുന്ന പോലെ ഞാൻ കേട്ടോളാം. ഒടേ തമ്പുരാൻ നമ്മളോട് കണ്ടീഷൻ വെച്ചിട്ടില്ല. ഓരോരുത്തരും ചിന്തിച്ച് നോക്കിക്കേ. ഓരോരുത്തരും പേര് മനസ്സിൽ ഓർത്തിട്ട് പറഞ്ഞ്, എന്നോട് ദൈവം കണ്ടീഷൻ വെച്ചിട്ടല്ല ദൈവം എനിക്ക് വേണ്ടി മരിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം, നീ എനിക്കത് ചെയ്തു തരണം എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞോ? ഞാൻ നിനക്ക് വേണ്ടി കുരിശിൽ മരിക്കാം, നീ എനിക്കത് ചെയ്തു തരണം എന്ന് ദൈവം കണ്ടീഷൻ വെച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കണ്ടീഷൻ വയ്ക്കുക, എനിക്ക് ഇന്നത് ചെയ്തു തരണം, ഞാൻ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തോളാം. ഇത് തെറ്റാണ്. യജമാനൻ കണ്ടീഷൻ വെച്ചിട്ടില്ല. ദാസൻ കണ്ടീഷൻ വയ്ക്കാവോ? അപ്പൻ കണ്ടീഷൻ വെച്ചിട്ടില്ല. മകൻ കണ്ടീഷൻ വയ്ക്കാവോ അപ്പനോട്? അതാണ് നമ്മുടെ നേർച്ചകൾ ഒരു കെണിയ. അതും നേരുന്ന നേർച്ചകളോ ഈശോയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ. ഒരു സ്ത്രീ ഇവിടെ പ്രധാന ബസിലിക്കയുടെ ചുറ്റും ഇങ്ങനെ നടക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അവരുടെ പേരക്കുട്ടിയുമായിട്ട് മുത്തുക്കുട പിടിച്ച് പള്ളിക്ക് ചുറ്റും നടന്നോളാം എന്ന് നേർന്നു. മുത്തുക്കുട എവിടെയാണ് അച്ഛാ? എനിക്കറിഞ്ഞുകൂടാ മുത്തുക്കുട എവിടെയാണെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. പിന്നെന്തിനാണ് നിങ്ങളത് നേർന്നത്? ഇവിടെ ഓൾട്ടർ ബോയ്സിന് ആൾക്കാരെ കയറ്റുന്ന രീതി ഇവിടെ ഇല്ല. അപ്പോൾ ചില ഓൾട്ടർ ബോയ്സ് നേരുകയാണ്, ഞാൻ വേളാങ്കണ്ണി പള്ളി വന്ന് ഓൾട്ടർ ബോയായി നിന്നോളാം, എനിക്കിന്നത് തരണം. എങ്ങനെ സാധിക്കും? ഇനി ഒരു പെൺകുട്ടിയുടെ അസുഖം, അവർ വായന കിട്ടാൻ വേണ്ടി ഇന്നൊരു ശണ്ട ഉണ്ടായിരുന്നു വായനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വായിക്കാൻ വന്ന് അവർ പല ട്രിക്കുകൾ എടുക്കും. അപ്പോൾ ഒരു ട്രിക്കാണെന്ന് തോന്നുന്നു, എനിക്കൊരു രോഗം ഉണ്ടായി അച്ഛാ, രോഗം മാറിയാൽ ഞാനിവിടെ വന്ന് വായിച്ചോളാമെന്ന് നേർന്നു. അത് സാധിക്കുമെന്നറിയില്ല. എന്തിനാണ് നമ്മളങ്ങനെ കണ്ടീഷൻ വയ്ക്കുന്നത്? എന്തിനാണ് നമ്മൾ അങ്ങനെ ദൈവത്തിന് മുമ്പിൽ കണ്ടീഷൻ വയ്ക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള രീതിയാണ് അടിമ സമർപ്പണം. അടിമ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ എന്നെ തന്നെ വെച്ച് കൊടുത്തോളാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാതാവ് പറഞ്ഞ കണക്ക് ഇതാ കർത്താവിൻ്റെ ദാസി, അത് ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ മതി. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. മാമോദീസയിലൂടെ കർത്താവിൻ്റെ മകളായിട്ട് ജീവിച്ചോളാം. ആദ്യ കുമ്പസാരത്തിലൂടെ കർത്താവിൻ്റെ മകനും മകളുമായിട്ട് ജീവിച്ച് അങ്ങനെ കൂടെ കുമ്പസാരിച്ചോളാം ദൈവത്തോട് പറഞ്ഞതാ. ഇനി ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ കൂടെ കുർബാന സ്വീകരിച്ചോളാം എന്ന് ദൈവത്തോട് പറഞ്ഞതാ. സ്ഥൈര്യലേപനത്തിലൂടെ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. എന്നിട്ട് സ്ഥൈര്യലേപനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സ്ഥൈര്യലേപനത്തിലൂടെ കിട്ടുന്ന പരിശുദ്ധാത്മാവിനെ കയ്യിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാവിനനുസരിക്കുന്ന പോലും ഇല്ലാത്ത ജീവിതം നയിക്കുന്നു. വിവാഹ ഉടമ്പടി ആപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കൂടെ നിന്നോളാമെന്ന് പറഞ്ഞ് ദൈവത്തിന് വാക്കുകൊടുത്തിട്ട് വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകുന്ന ആളുകൾ. എന്നിട്ട് ഒരു ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഉടമ്പടി എടുത്തു നടക്കുകയാണ്.
മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ എടുത്ത ഉടമ്പടിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അത് നവീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് പുതുക്കി പുതുക്കി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നിട്ട് അടിമ സമർപ്പണം. അടിമ എവിടെയാണ് അച്ഛാ? ഇവിടെ അടിമയില്ലേ? അപ്പം മറ്റച്ഛന്മാർ, മറ്റു ഭാഷകളിലുള്ള അച്ഛന്മാർ എന്നോട് അച്ഛാ അടിമ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കറിയില്ല. അപ്പം കുറച്ച് പൈസ കൊടുത്തിട്ട്, ചിലപ്പോൾ 10 രൂപയൊക്കെ ആയിരിക്കാം, ഇല്ലേ? പല പള്ളികളിലും ഉണ്ട്. 10 രൂപ കൊടുത്തിട്ട് 10 രൂപ കൊടുത്ത് അച്ഛൻ്റെ ആശീർവാദം കിട്ടിയ തീരുന്നതാണോ അടിമ സമർപ്പണം? അടിമ എന്ന് പറഞ്ഞാൽ എന്താ? മാതാവ് പറഞ്ഞ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതല്ലേ? അവിടെ ഒരു ഡിമാൻഡും ഉണ്ടാകില്ല. ഞാൻ ദാസിയാണല്ലോ, ഞാൻ ദാസനാണല്ലോ, അതൊരു ഡിമാൻഡ്. അതാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നല്ല കള്ളൻ കുരിശിൽ കടന്ന് പ്രാർത്ഥിച്ചത് അങ്ങ് പർദീസയിലായിരിക്കുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്നല്ല, എന്നെ ഓർക്കണമേ, അത്രേ ഉള്ളൂ. ഒരു ഡിമാൻഡും ഇല്ല. അതാണ് വിധവയുടെ ക്വാളിറ്റി. ഒന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല. നമുക്കത് വേണം, ഇത് വേണം. നിങ്ങൾ ഈ ഡിമാൻഡ് പറച്ചിൽ നിർത്ത്. എന്നിട്ട് നിങ്ങൾ കർത്താവിന് മുമ്പിൽ നിന്ന് കൊടുക്കും. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കൊടുത്ത ധൂർത്തപുത്രനെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ തെറ്റിനെക്കുറിച്ചോർത്തുള്ള, ദൈവമേ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങനെയല്ല ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടത് കണ്ടോ? ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനൊന്നും ഡിമാൻഡ് ചെയ്തില്ല. കാരണം അവനറിയാം അവൻ്റെ അയോഗ്യതയെക്കുറിച്ച് അവനറിയാം. അതുകൊണ്ട് അവൻ ചോദിക്കാത്തത് കൂടി കിട്ടി, അവൻ ആഗ്രഹിക്കാത്തത് കൂടി കിട്ടി. ഒന്നും ചോദിച്ചില്ലല്ലോ. വസ്ത്രം ചോദിച്ചോ? ഭക്ഷണം ചോദിച്ചോ? ചെരുപ്പ് ചോദിച്ചോ? വിരുന്ന് ചോദിച്ചോ? മോതിരം ചോദിച്ചോ? കെട്ടിപ്പിടിച്ച് ചുംബിക്കണമെന്ന് അവൻ പറഞ്ഞോ? ഇതെല്ലാം കിട്ടിയത് കണ്ടോ? ഒന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല, പക്ഷെ എല്ലാം കിട്ടി. ഈ വിധവ ഒന്നും ചോദിച്ചില്ല, മകൻ ജീവിച്ചു നിൽക്കുന്നു. ഇത് കണ്ടിട്ട് ജനം, അത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ജനം ആശ്ചര്യപ്പെടുകയാണ്. ജനം ഇതൊക്കെ കണ്ടിട്ട് ജനം ആശ്ചര്യപ്പെടുകയാണ്. ദൈവം ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മളും ചിലപ്പോൾ അവിടെ ഒരു കുഴപ്പം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു അത്ഭുതം കാണുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടോടും. അത്ഭുതം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടും. ഉടമ്പടി എടുക്കാൻ ഓടുന്നത് അവിടെ ചെന്നാലേ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ലേ? പക്ഷേ യഥാർത്ഥ അത്ഭുതം ഈശോയുടെ സാന്നിധ്യമാണ്. അത് നിന്റെ ഇടവക പള്ളിയിലുണ്ട്. നിന്റെ ഇടവക പള്ളിയിലെ സക്രാരിയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. നീ ദിവസേന അർപ്പിക്കുന്ന ബലിയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈശോ അപ്പത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് അത്ഭുതം. ആ വിധവയുടെ മുന്നിലേക്ക്, ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ഈശോ വന്നതാണ് അത്ഭുതം. ഈശോ പരിശുദ്ധ കുർബാനയിൽ സജീവ സാന്നിധ്യമായി ഇറങ്ങി വരുന്നതാണ് അത്ഭുതം. അത് കാണാൻ നിനക്ക് പറ്റില്ല. നിനക്ക് വേറെ കാര്യങ്ങൾ കിട്ടണം. നിനക്ക് ലോകത്തിൻ്റെ കാര്യങ്ങൾ കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ ഉടമ്പടി എടുക്കാൻ പോയത്. ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് ഈശോയെ വേണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ ഒരു കരാർ, മനുഷ്യരുടെ മുമ്പിൽ ഒപ്പിട്ട് കൊടുക്കുന്ന കരാർ, നീ കൂദാശകളിലൂടെ എടുത്തിട്ടുള്ള ദൈവത്തോട് വെച്ചിട്ടുള്ള ഉടമ്പടി, അത് മനുഷ്യരുടെ മുമ്പിൽ കാശ് കൊടുത്ത് വെച്ചിട്ടുള്ള ഉടമ്പടിയാണോ? അല്ല. അത് മനുഷ്യരെ ബോധിപ്പിക്കുന്ന ഉടമ്പടി അല്ല, അത് ദൈവത്തെ ബോധിപ്പിക്കുന്ന ഉടമ്പടിയാണ്. നിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ ബോധ്യപ്പെടുത്താനുള്ള വിളിയിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യരെ നീ കാണിക്കണ്ട, മനുഷ്യരെ നീ ബോധ്യപ്പെടുത്തണ്ട. കാശ് കൊടുത്ത് ഉടമ്പടി എടുക്കാൻ വേണ്ട. നീ മനുഷ്യരുടെ മുമ്പിൽ എഴുതി ഒപ്പിട്ടും കൊടുക്കണ്ട. നീ നിന്റെ ദൈവത്തോട് പറ. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ചേട്ടനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അവൻ അപ്പനെ ബോധിപ്പിച്ചാൽ മതി. അപ്പനാണ് സ്വത്ത്. നിന്റെ സ്വത്ത് ദൈവ പൈതലേ, നിന്റെ ദൈവമാണ്. നിന്നെ തൊടാനുള്ളവൻ ദൈവമാണ്. അതാണ് സങ്കീർത്തകൻ പല തവണ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. സങ്കീർത്തനം 69:13 നല്ലൊരു പ്രാർത്ഥനയാണ്. ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമരുളണമേ. അങ്ങേക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതി. അതെന്നല്ലേ ഈശോ പ്രാർത്ഥിച്ചത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് നിറവേറട്ടെ എന്ന് പറയുന്നതിൻ്റെ ധ്വനി അത് തന്നെയല്ലേ? ഞാൻ നിന്നോളാം, നിൻ്റെ കൂടെ ഞാൻ നിന്നോളാം, ഇഷ്ടമുള്ളപ്പോൾ എന്തെങ്കിലും തന്നാൽ മതി, എനിക്കൊന്നും വേണ്ട, നീ തന്നാൽ മതി, നീ എൻ്റെ കൂടെ നിന്നാൽ മതി, എന്നെ കണ്ട് നീ മനസ്സലിഞ്ഞാൽ മതി. അങ്ങനൊന്ന് പറഞ്ഞു നോക്കിക്കുക. അതാണ് സങ്കീർത്തനം 23
നമ്മൾ പറയില്ല കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 34:10 പറയുന്ന കാര്യം അതാണ്. സിംഹക്കുട്ടികൾ വിശന്ന് വലഞ്ഞേക്കാം ഇര കിട്ടാതെ, പക്ഷെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അതാണ് കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് മുമ്പിൽ കണ്ടീഷൻ വെച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതല്ല കർത്താവിനെ അന്വേഷിക്കല, കർത്താവിൻ്റെ കൂടെ നിൽക്കല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നിനക്കിനി നേർച്ച നേർന്നേ പറ്റൂ എന്ന് തോന്നിയാൽ നീ ഇങ്ങനെ ഒന്ന് നേര്. കർത്താവേ, ഞായറാഴ്ച കടവുള്ള ദിവസമാണ്, പക്ഷെ ആഴ്ചയിൽ വേറെ 6 ദിവസം കൂടിയുണ്ട്. ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിപ്പൊയ്ക്കോളാം, കുർബാനയിൽ പങ്കുകൊണ്ടോളാം. അങ്ങനെ നേരാൻ നിനക്ക് സാധിക്കുമോ? ധൈര്യമുണ്ടോ? നിനക്ക് മാസത്തിലൊരിക്കൽ, 1 വർഷം 12 മാസമുണ്ട്, മാസത്തിലൊരിക്കൽ എല്ലാ മാസവും അങ്ങനെ വർഷം 12 പ്രാവശ്യം ഞാൻ കുമ്പസാരിച്ചോളാം കർത്താവേ, അങ്ങനെ നിനക്ക് നേരാൻ പറ്റുമോ? നീ നേർന്നു നോക്ക്, നിനക്ക് അനുഗ്രഹം ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ, അങ്ങനെ കുരിശിൻ ചുവട്ട് നിന്ന പരിശുദ്ധമ്മ നമ്മുടെ ആവശ്യങ്ങളുടെ കൂടെ ഈശോയുടെ പക്കൽ അതെല്ലാം ഉണർത്തിക്കാൻ അമ്മ കൂടെ നിൽക്കുന്ന അനുഭവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധേ, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധേ, കാഴ്ചയായി നിന്റെ മുൻപിൽ നിന്നിടുന്നു സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, നന്മ പൂർണ്ണ പാലക ഇന്നേകണേ നിൻ ദർശനം. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് രക്തസാക്ഷികളായ വിശുദ്ധരുടെ പീഡാസഹനത്തെ പ്രതി അർപ്പിച്ച അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ സ്വീകരിക്കണമേ. വിശുദ്ധരായ കൊർണേലിയസിനെയും സിപ്രിയാനെയും മതപീഡനത്തിൽ ധീരതയോടെ ശുശ്രൂഷ ചെയ്യാൻ സഹായിച്ച ഈ കാണിക്കകൾ ഞങ്ങൾക്കും പ്രതിസന്ധികളിൽ സ്ഥിരത പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു.
അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഭക്തിയോടുകൂടെ നമുക്ക് സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സാധിക്കുന്ന എല്ലാവരും മുട്ടുമെന്ന് നിൽക്കുക. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്ന ഈ വേളയിൽ നമ്മുടെ സങ്കടങ്ങളും പരാധീനതകളും എല്ലാം സന്തോഷവും സമാധാനവുമായി മാറാൻ വേണ്ടി നമുക്കും ആഗ്രഹിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം
കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും എല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതരായ പരിശുദ്ധ പാപ്പായായിരുന്ന വിശുദ്ധ കൊർണേലീസിനോടും മെത്രാനായിരുന്ന വിശുദ്ധ സിപ്രിയാനോടും കാലാകാലങ്ങളിൽ അങ്ങെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ.
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞാനൊരു പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ മുട്ടുമെന്ന് നിൽക്കും. അത് പുരോഹിതൻ സ്വഗതമായി, അതായത് തനിയെ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഉറക്കെ ചൊല്ലും. ഞാനത് ചൊല്ലിയതിന് ശേഷം ഞാനത് മുട്ടുകുത്തും. അത് ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ മുട്ടുകുത്തിയതിൻ്റെ സൂചനയാണ്. നിങ്ങളും സാധിക്കുക മുട്ടുകുത്തിയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, കർത്താവേ ഇതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കും. കർത്താവായ യേശുക്രിസ്തുവേ, സജീവനായ ദൈവത്തിൻ്റെ പുത്ര, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹകരണത്തോടെ അങ്ങ് മരണത്താൽ ലോകത്തെ അങ്ങ് ഉജ്ജീവിപ്പിച്ചുവല്ലോ. അങ്ങ് പരിശുദ്ധമായി ശരീരവും രക്തവും സ്വീകരിക്കുക വഴി ഞങ്ങളെല്ലാ പാപങ്ങളിലും സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങ് കൽപ്പനകളോട് ഞങ്ങളെപ്പോഴും ചേർത്ത് നിർത്തണമേ. അങ്ങനെ ഒരിക്കലും വേർപെട്ടു പോകാൻ ഞങ്ങളെ അനുവദിക്കാതിരിക്കുകയും ചെയ്യണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ഈ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. രക്തസാക്ഷികളായ വിശുദ്ധരായ കൊർണേലിയസിനെയും സിപ്രിയാൻ്റെയും മാതൃകയാൽ അങ്ങ് ചൈതന്യത്തിൻ്റെ ശക്തിയാൽ സ്ഥിരീകരിക്കപ്പെട്ട സുവിശേഷ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്കും കഴിയുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.